ഞങ്ങൾക്ക് പഠിക്കാൻ ബുക്കൊന്നും ഇല്ലായിരുന്നു. എൻ്റെ പേരെന്തുവാ? സാനീസ് മീഡിയ. എനിക്കാരാ മെസ്സേജ് അയച്ചേ? ബുദ്ധിമുട്ടാണ്, വീട്ടിൽ കഴിക്കാൻ ഭക്ഷണമില്ല എന്നൊക്കെ പറഞ്ഞ് മെസ്സേജ് അയച്ചാരാ? ചേട്ടാ, ഞങ്ങൾ ആലപ്പുഴ തുറവൂരിന്നാണ്. ഞങ്ങൾക്ക് കഴിക്കാനൊന്നും ഇല്ല. ഈ സൈക്കിൾ ആര് തന്നെയാ? ചേട്ടന്റെ കൂട്ടുകാരൻ കൊടുത്തയാ. ബ്രേക്ക് ഒന്നും ഇല്ലല്ലോ. പുതിയൊരു സൈക്കിൾ തരട്ടെ? അപ്പൊ ഇനി അടുത്ത ദിവസം വരുമ്പോ ഞാൻ പുതിയൊരു സൈക്കിൾ സെറ്റ് ആയിക്കൊണ്ട് തരാം കേട്ടോ. ഹാപ്പി അല്ലേ? എന്നെ വെച്ചൊന്ന് ചവിട്ടോണ്ട് ഇനി. ലോഡൊക്കെ അറിയത്തില്ലേ? നമസ്കാരം. ഒരു പുതിയ സൈക്കിൾ വാങ്ങിച്ചേ. ഞാനിപ്പോൾ നിൽക്കുന്ന സ്ഥലം എന്ന് പറയുമ്പോൾ ഗുരുപുരം എന്ന് പറഞ്ഞിട്ടുള്ള സ്ഥലത്താണ്. അപ്പോൾ കഴിഞ്ഞ ദിവസം ഞാനിവിടെ വീഡിയോ ചെയ്യാൻ വേണ്ടി വരുമ്പം ആ മോനാണ് എന്നെ വിളിക്കാൻ വേണ്ടി വന്നത്. സൈക്കിൾ എന്ന് പറയുമ്പം ഭയങ്കര മോശമായിട്ടുള്ള സൈക്കിളാണ്. ആ മോനോട് ഞാനൊരു വാക്ക് പറഞ്ഞിരുന്നു, ഇനി ഞാൻ വരുമ്പം കുഞ്ഞിനൊരു സൈക്കിളുമായിട്ടേ വരുത്തുള്ളൂ എന്ന് പറഞ്ഞു. അപ്പോൾ ഇന്ന് സൈക്കിളൊക്കെ വാങ്ങിച്ചിട്ടുണ്ട്. അടിപൊളി സൈക്കിളാണ് കേട്ടോ. അപ്പോൾ കൊടുത്തേക്കുന്നത് ഇന്നാണ് നമ്മൾ കടയിൽ പോയിട്ട് സൈക്കിളെല്ലാം കളക്ട് ചെയ്തിട്ടുള്ളത്. അപ്പോൾ വീട്ടിലുണ്ട് രണ്ടുപേരും. ഇന്ന് സ്കൂളൊന്നുമില്ല. അപ്പോൾ കൊടുത്തേക്കാം. ഞാനൊരു കാര്യം പറഞ്ഞിട്ടാണ് പോയത്. എന്തായിരുന്നു? സൈക്കിൾ മേടിച്ചു തരാമെന്ന് പറഞ്ഞു. സൈക്കിള് മേടിച്ചു തരാമെന്ന് പറഞ്ഞു. അപ്പോൾ ഇനി ഞാൻ കാണുമ്പോൾ സൈക്കിളും കൊണ്ട് വരുമെന്നല്ലേ പറഞ്ഞത്? സന്തോഷമായോ? സന്തോഷം. ഞാൻ കഴിഞ്ഞ ദിവസം വരുമ്പം എന്നെ വിളിക്കാൻ വന്നതെന്ന് പറയുമ്പോൾ എല്ലാം പഞ്ചറായിട്ടുള്ള മൊത്തം മോശമായിട്ടുള്ളൊരു സൈക്കിളല്ലേ? അതാര് തന്ന സൈക്കിളാ? ചേട്ടൻ്റെ കൂട്ടുകാരൻ കൊടുത്തായിരുന്നു. ചേട്ടന് കൊടുത്തയാ. അപ്പോൾ എന്തായാലും ഈ മോന് സൈക്കിൾ കൊടുക്കാമെന്ന് പറഞ്ഞിട്ട് ഞാൻ വാക്ക് പറഞ്ഞിട്ടാണ് പോയത്. അപ്പോൾ ഇന്നെന്തായാലും നമ്മൾ സന്തോഷത്തോടു കൂടി ആ സൈക്കിൾ കൊടുക്കുകയാണ് കേട്ടോ. അപ്പോൾ ഒരാൾക്കല്ല സൈക്കിൾ തന്നിരിക്കുന്നത് കേട്ടോ, രണ്ടുപേരും കൂടെ സൈക്കിൾ തന്നിരിക്കുന്നത്. ഇഷ്ടപ്പെട്ട സൈക്കിള്? ഇഷ്ടപ്പെട്ടു. ഈ സൈക്കിളിലാണ് കഴിഞ്ഞ ദിവസം എന്നെ വിളിക്കാനായിട്ട് വന്നത്. നിങ്ങൾ നോക്കിയേ, ഈ സൈക്കിള് ഭയങ്കര മോശമായിട്ടുള്ള സൈക്കിളല്ലേ ഇത്? ബ്രേക്കും ഇല്ല, ബെല്ലും ഇല്ല, ഒന്നുമില്ല. അപ്പോൾ ഇനി ഇതിൽ സ്കൂളിൽ പോകണം കേട്ടോ. അത് ചവിട്ടിക്കേ, ഞാൻ കാണട്ടെ. തകർത്ത് പൊളിച്ച് സെറ്റപ്പ് അല്ലേ? ഹാപ്പി അല്ലേ? എന്നെ വെച്ചൊന്ന് ചവിട്ടോണ്ട് ഇനി. ലോഡൊക്കെ അറിയത്തില്ലേ? എൻ്റെ കൂടെ സൈക്കിളിന്റെ പുറകെ ഇരിക്കാവോ? എന്നാ നമുക്കൊന്ന് ചോട്ടാ, ബാ കൊണ്ടുപോവാ. ഹാപ്പി അല്ലേ? അപ്പൊ ഇവിടുന്ന് ഇനി എന്നാ മാറി കൊടുക്കണ്ടേ? ഇവിടുന്ന് 30-ാം തീയതി. 30-ാം തീയതി മാറി കൊടുക്കണം. 30-ാം തീയതി വരെ സമയം തന്നു അവര് വീട് നോക്കാൻ വേണ്ടിട്ട്. അവർക്ക് ബാലൻസ് പൈസ കൂടെ കൊടുത്തപ്പോഴത്തേക്കും അത്രയും ദിവസം കൂടെ തിരുന്നോളാൻ പറഞ്ഞു. വീട് കിട്ടിയിട്ട് മാറിക്കോളാന്നാ പറഞ്ഞു. അപ്പൊ അടുത്ത ആഴ്ച മാറണം അല്ലേ? അപ്പൊ ഇപ്പം നിലവില് നമ്മുടെ കുറെ അധികം ആൾക്കാർ നമ്മളെ സഹായിച്ചിട്ടുണ്ട്. അപ്പോൾ ഒരു ചെറിയ പിടിച്ചു നിൽക്കാൻ പറ്റുന്ന ഒരു ചെറിയൊരു തുക ചേച്ചിയുടെ അക്കൗണ്ടിൽ വന്നിട്ടുണ്ട്. അപ്പം ഈ വീഡിയോയിലൂടെ ഈ ചേച്ചിയും മക്കളെയൊക്കെ സഹായിച്ച നമ്മുടെ പ്രിയപ്പെട്ടവരോട് ഹൃദയത്തോട് ചേർത്ത് പിടിച്ച് നന്ദി പറയുകയാണ്. അപ്പോൾ നമ്മളൊരു വീഡിയോ, ചേച്ചിയുടെ വീഡിയോ ചെയ്യുന്ന സാഹചര്യം എന്ന് പറയുമ്പം എനിക്ക് ഒരുപാട് സ്ഥലങ്ങളിൽ പോയിട്ട് വീഡിയോ ചെയ്യാൻ പറ്റാത്തൊരു സിറ്റുവേഷൻ ആയിരുന്നു. പക്ഷേ ആ മക്കളുടെ അത്രയും ബുദ്ധിമുട്ടോടു കൂടിയുള്ള മെസ്സേജ് കണ്ടപ്പോഴാണ് ഞാനിവിടെ ഓടി വരുന്നതും ഇവരുടെ ജീവിതത്തിൽ വലുതില്ലെങ്കിലും ചെറുതായിട്ടെങ്കിലും ഒരു ചെറിയ മാറ്റം കൊടുക്കാൻ കഴിഞ്ഞതും. വൃത്തിയായിട്ട് സൂക്ഷിക്കണം കേട്ടോ. ഉറപ്പാണോ? സൂക്ഷിക്കുക നന്നായിട്ട്. എൻ്റെ പേരെന്തുവാ? സാനീസ് മീഡിയ. എനിക്കാരാ മെസ്സേജ് അയച്ചേ? ബുദ്ധിമുട്ടാണ്, വീട്ടിൽ കഴിക്കാൻ ഭക്ഷണമില്ല എന്നൊക്കെ പറഞ്ഞ് മെസ്സേജ് അയച്ചാരാ? അത്രയും ബുദ്ധിമുട്ടായിരുന്നോ വീട്ടിൽ? അമ്മ ഒരുപാട് കഷ്ടപ്പെട്ട മോനെ വളർത്തുന്നത് അല്ലേ? 2 മക്കളെ. അപ്പോൾ ഇനി നന്നായിട്ട് പഠിക്കണം. പഠിച്ച് വളർന്ന് മിടുക്കനൊക്കെ ആയിക്കഴിയുമ്പം ഇതുപോലെ ബുദ്ധിമുട്ടൊക്കെ അനുഭവിക്കുന്ന ആൾക്കാരില്ലേ, അവരെയൊക്കെ ഹെൽപ്പ് ചെയ്യണം കേട്ടോ. ഇതിനകത്ത് ബൂസ്റ്റൊക്കെ, വെള്ളമൊക്കെ, ചൂടുവെള്ളമൊക്കെ തിളപ്പിച്ച് ഒഴിക്കാനൊക്കെ പറ്റും കേട്ടോ. അപ്പോൾ ചേട്ടാ പോയിട്ട് വരട്ടെ? ഹാപ്പി അല്ലേ? അങ്ങോട്ട് നോക്കിയിട്ട് ഒരു ഹായ് പറഞ്ഞോ. ഓക്കെ, എന്നാൽ ശരി കേട്ടോ. ഓക്കെ.